എന്ന് ശാലിനിയോട് മഞ്ജു പറയുകയാണ്, നിൻ്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, എൻ്റെ അടുത്ത് നീ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, നീ അഭിനയിക്കുകയാണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് നീ അധികം കഷ്ടപ്പെടേണ്ട എൻ്റെ മുമ്പിൽ അഭിനയിച്ചെന്ന് പറയുമ്പോൾ, മഞ്ജു നീ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ശാലിനി സംസാരിക്കുകയാണ്. പറയുന്നുണ്ട്, എന്തൊക്കെയായാലും നിൻ്റെ ബുദ്ധിയും എല്ലാം എങ്ങനെയായിരിക്കുമെന്നും നിൻ്റെ പ്ലാനിങ് എന്തായിരിക്കും എന്നൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം തന്നെ നിനക്കും കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഗൂഢമായ പദ്ധതികളും ക്രിമിനൽ മൈൻഡൊക്കെ നിനക്ക് ഉണ്ടാവും. നിനക്ക് എന്തും നേടാൻ വേണ്ടിയിട്ട് നീ എന്ത് ചതിയും കാണിക്കുന്ന ഒരാളാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ നീ ആരുടെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത് നീ മറന്നു. ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളാണ്. ഒരച്ഛൻ, എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസായിരുന്നു, നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ ചതിപ്രയോഗവും നുണയും കൊണ്ടൊക്കെ എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകും എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് മഞ്ജു കൂടെ പറയുകയാണ്, അതായത് നിനക്ക് നല്ല ഒരു ക്യാരക്ടറാണ് എല്ലാവരുടെ മുമ്പിൽ നിനക്ക് വരുത്തി തീർക്കണം. അതിന് വേണ്ടിയിട്ട് നിൻ്റെ ക്യാരക്ടർ വളരെ ചേഞ്ചായി, നീ ഇപ്പോൾ വളരെ നല്ല സ്വഭാവമുള്ള, പക്വതയുള്ളതും വളരെ ദൈവഭക്തിയുള്ളതും നല്ല എല്ലാവരെയും സഹായിക്കുന്ന നല്ലൊരു പെൺകുട്ടിയാണെന്ന് എല്ലാവരെ കൊണ്ടും പറയണം, പ്രത്യേകിച്ച് ഗിരിയേട്ടനെ കുറിച്ച്. അതാണ് നിൻ്റെ ഉദ്ദേശം. അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നീ ഒരു റിലേഷൻ, അതായത് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഗിരിയേട്ടനുമായിട്ട് അടുക്കും. അതിനുശേഷം അതൊരു ക്ലോസ് ഫ്രണ്ടാകും. അതിന് ഒരുപാട് ക്ലോസ് ആയി കഴിയുമ്പോൾ ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും നിനക്ക് വർക്കൗട്ടാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. പിന്നെ എന്നെയും ഗിരിയേട്ടനെയും തമ്മിൽ പിരിക്കാൻ നിനക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ളൊരു ബുദ്ധിയോട് കൂടിയാണ് നീ വന്നിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ഗിരിയേട്ടനെയാണ് നിനക്ക് ആവശ്യം. അങ്ങനെ നിങ്ങൾ വളരെ ക്ലോസ് ആയി കഴിയുമ്പോൾ എന്നെക്കുറിച്ച് പല കുറ്റങ്ങളും ഇല്ലാത്ത കഥകളൊക്കെ നീ പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ തമ്മിൽ തെറ്റിക്കും. അതിനുശേഷം ആകെ തളർന്നു നിൽക്കുന്ന ഗിരിയേട്ടൻ്റെ മുമ്പിൽ നീ ഒരു താങ്ങായി എത്തും. അത് കഴിയുമ്പോൾ തകർന്നിരിക്കുന്ന ഗിരിയേട്ടന് ഒരു ജീവിതം കൊടുക്കാനും ഒക്കെ തയ്യാറായിട്ട് നീ നിൽക്കും. അപ്പോൾ നിന്നെ ഗിരിയേട്ടന് സ്വീകരിക്കും. ഇതൊക്കെയാണ് നിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. കാരണം ഇപ്പുറത്ത് ഞാനാണുള്ളത്. എനിക്കറിയാം നീ എന്തൊക്കെ ചെയ്യുന്നു, എന്ത് അടവൊക്കെ പ്രയോഗിക്കുന്നു, ഏതറ്റം വരെ പോകുമെന്നൊക്കെ എനിക്കറിയാം. നിൻ്റെ ഒരു ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് ശാലിനി ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ പോകുന്നു. എന്നിട്ട് ആകെ വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഒരിടത്ത് നിൽക്കുമ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ കാപ്പി കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ, അത് മഞ്ജു അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ, ഇത്ര നേരം എന്തിനാ കാപ്പി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മഞ്ജു അങ്ങോട്ട് വരികയാണ്, ഇന്നാ കാപ്പിയെന്നും പറഞ്ഞിട്ട്. അത് ശാലിനിക്കും കൊടുക്കുന്നു, കിരീട്ടനും കൊടുക്കുന്നു. അപ്പോൾ നിനക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ, അങ്ങനെ വേണ്ട ഇപ്പം തന്നെ കുടിക്കുമെന്ന് പറഞ്ഞ് ഗിരിയുടെ ചായയിൽ നിന്നും പകുതി പകർത്തി വേറൊരു പാത്രത്തിലേക്കായിട്ട് അവർ ഷെയർ ചെയ്ത് കുടിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശാലിനിക്ക് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അവർ തമ്മിലുള്ള ഗാഢമായ സ്നേഹം ഒക്കെ അങ്ങനെ നേരിട്ട് കാണുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനി അവർ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഗിരിയുടെ അമ്മ വരികയാണ്. എന്നിട്ട് മോളെ നീ എപ്പോൾ വന്നു ശാലിനി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അകത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ശാലിനിയും കൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ മഞ്ജു പതുക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ഗിരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഇത്ര ചിരിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം മഞ്ജു പുറത്ത് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി അങ്ങോട്ട് വരികയാണ്. എനിക്കറിയാം എൻ്റെ ആക്ടിങ് പോരായിരുന്നു, ഞാൻ അത്ര വലിയ നടിയൊന്നുമല്ല, അത് ഈസിയായിട്ട് മനസ്സിലാകുമെന്നും എനിക്കറിയാം. എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മോളാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ ഡ്യൂട്ടിയാണ് നുണ പറയുന്നവരെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് നിൻ്റെ മുമ്പിൽ നല്ല പുള്ളയാവണമെന്നുമില്ല. പക്ഷേ മറ്റുള്ളവരുടെ എല്ലാ മുൻപിൽ ഞാനിപ്പോൾ വളരെ നല്ലൊരു മനസ്സുള്ള നല്ലൊരു പെൺകുട്ടി തന്നെയാണ്, എനിക്ക് അത്രേ ആവശ്യമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതെ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാനായിട്ട് തിരുത്താനൊന്നും പോകുന്നില്ല. പക്ഷേ നീ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഗിരിയേട്ടനെ എനിക്ക് നല്ലോണം അറിയാം. ഗിരിയേട്ടനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിനക്ക് നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ചെറുപ്പം മുതലേ നീ ഗിരിയേട്ടനെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു. എന്നിട്ട് ഗിരിയേട്ടനെ കിട്ടിയില്ല, മറ്റൊരാളുടെ ഭർത്താവായി കഴിഞ്ഞപ്പോൾ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് സഹതാപമേ ഉള്ളൂ. പക്ഷേ നീ എന്തൊക്കെ ചെയ്ത് നോക്കിയാലും എനിക്ക് ഗിരിയേട്ടന് നല്ല വിശ്വാസമാണ്, ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ശാലിനി വെല്ലുവിളിച്ചിട്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. മഞ്ജു മുട്ടും വിട്ടു കൊടുക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് ചാച്ചുവിനെയാണ്. ചാച്ചുവിൻ്റെ അടുത്ത് ശാലിനി ചെല്ലുമ്പോൾ, എങ്ങനെയുണ്ട് മോളെ, ഞാൻ പറഞ്ഞതനുസരിച്ച് അമ്പലത്തിൽ പോയ കഥയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, നിന്നോട് എല്ലാവരും വിശ്വസിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെല്ലാം ശരിയാണ്, എല്ലാം ചാച്ചു പറഞ്ഞ പോലെ തന്നെ നടന്നു. പക്ഷേ മഞ്ജുവിന് അറിയാം ഞാൻ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്നും എൻ്റെ അഭിനയമാണെന്നൊക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചാച്ചു പറയുകയാണ്, എനിക്കത് അപ്പോഴേ തന്നെ തോന്നിയിരുന്നു. അവളുടെ ചിരി പലപ്പോഴും കാണുമ്പോൾ പുച്ഛഭാവത്തോടുള്ള ചിരി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഒന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട.
ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ അത് അവളും പറഞ്ഞു അവളായിട്ട് ഗിരിയേട്ടനെ അറിയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും വിട്ടു തരികയുമില്ല. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ബന്ധം തകർക്കാൻ കഴിയില്ല എന്ന് തന്നെ അവൾ എന്നെ വെല്ലുവിളിച്ചു. ഒരു കോൺസ്റ്റബിളിന് ഇത്രയധികം അഹങ്കാരമോ എന്നെ വെല്ലുവിളിക്കാൻ എന്നൊക്കെ പറയുകയാണ്. എനിക്ക് നല്ല ദേഷ്യം വന്നു. പിന്നെ അവളുടെ വീടായതുകൊണ്ടും അവിടെയുള്ളവരൊക്കെ ഇത് എൻ്റെ ആ തനി സ്വരൂപം പുറത്ത് വന്നു കഴിയുമ്പോൾ എൻ്റെ ദേഷ്യം കണ്ട് ഇപ്പോഴുള്ള എന്നെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ പോകുമല്ലോ എന്ന് ഓർത്ത് മാത്രം ഞാൻ സഹിച്ച് നിന്നതാണെന്നൊക്കെ പറയുമ്പോൾ ചാച്ചു പറയുകയാണ് അത് തന്നെയാണ് വേണ്ടത്. നീ എന്തായാലും അത് പൊളിക്കാതിരുന്നത് നന്നായി. നീ ഇപ്പോഴും നല്ല ഒരു പെൺകുട്ടിയായിട്ട് തന്നെ അവരുടെ മുൻപിൽ വേണം. അവൾ ഒരു പക്ഷേ അവളുടെ ഒരു മണ്ടത്തരം കൊണ്ടായിരിക്കാം അവൾ ഇത് ഗിരിയെ അറിയിക്കാത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ഈസിയാണ്. നീ നല്ല ക്ലോസ് ആയിട്ട് തന്നെ ഗിരിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം പെട്ടെന്ന് തന്നെ പൊളിക്കാൻ പറ്റും. അതിന് നീ വളരെ ക്ഷമയോടുകൂടി സഹിച്ച് നിന്നേ പറ്റുള്ളൂ. കാരണം അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരി അവളെ വിട്ട് ഒരിക്കലും പോവില്ല. അവരുടെ സ്നേഹവും അവരുടെ പരസ്പര വിശ്വാസവും തന്നെയാണ് അവളുടെ ധൈര്യം. അത് നമുക്ക് പതുക്കെ തകർക്കാനേ സാധിക്കുള്ളൂ. മോള് ധൈര്യമായിട്ട് ഇരിക്കുന്നതൊക്കെ പറയുകയാണ്. മഞ്ജുവും തമ്മിൽ കാണുമ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യം ശാലിനി വന്ന് പോയിട്ട് നിനക്ക് സംശയമൊന്നുമില്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സംശയരോഗമായിരുന്നല്ലോ, ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എൻ്റെ ഗിരിയേട്ടന് നല്ല വിശ്വാസമാണ് ഇപ്പോൾ എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഗിരിക്ക് വളരെ സന്തോഷമാവുകയാണ്. ശേഷം കാണിക്കുന്നത് മുകുന്ദനെയും മഹിമയുമാണ്. മുകുന്ദനെ പഠിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് മഹിമ. വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മഹിമയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിച്ച് തെറ്റിക്കുമ്പോൾ മഹിമ മുകുന്ദനെ ഓടിച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് മുകുന്ദൻ്റെ അമ്മയും അതുപോലെ തന്നെ ഗിരിയും കടന്നു വരുന്നവരത് കാണുകയാണ്. അമ്മയോട് മുകുന്ദൻ്റെ അമ്മ സംസാരിക്കുകയാണ്. അവനെ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിക്കണം, അവന് വിവാഹപ്രായമൊക്കെ ആയി, ഞാൻ ഇനി എത്ര നാളും ഉണ്ടാവുന്നൊന്നും ഒരു ഉറപ്പുമില്ല, എനിക്ക് എന്തും സംഭവിക്കും, അതിനു മുമ്പ് അവനെ ഒന്ന് ഒരു കരങ്ങളിൽ ഏൽപ്പിച്ച് അവനെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന മഹിമയെ കാണിച്ചിട്ടാണ്